നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാലത്തിന് ശേഷം ഇങ്ങനെ മുമ്പിൽ വന്നിട്ട് ഒരു ഇൻട്രോ പറയാണ്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പം കുറച്ചായിട്ട് വീഡിയോസ് ഇടുന്നതൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വേണം വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. നമുക്ക് ക്രിസ്മസ് റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടും അല്ലെങ്കിൽ നമുക്കൊരു മെയിൻ കോഴ്സായിട്ടും അല്ലെങ്കിൽ അങ്ങനെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, എന്തിന് നമുക്ക് സാധാരണ ദിവസങ്ങളിൽ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ലോഡഡ് ഫ്രൈസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് ചിക്കൻ വേണം. ഒരു 1/2 കിലോ ചിക്കന്. ബോൺലെസ് ആണെങ്കിൽ അതാണ് നല്ലത്. ചെറുതായിട്ട് കട്ട് ചെയ്തു. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി വേണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കാം, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൊട്ടറ്റോ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നോർമലി നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കാണിക്കുകയും കൂടി ചെയ്യണമല്ലോ. എയർ ഫ്രയറൊന്നും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ചിക്കനും നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്ത് നമുക്കൊരു സോസ് ഉണ്ടാക്കണം, വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഉരുകി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് അതിൻ്റെ ഒരു മൈദയുടെ ആ ഒരു റോ സ്മെല്ല് മാറി വരണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1.5 കപ്പാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കുറുകി വരും. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുകി എടുക്കണം. കട്ട കിട്ടാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് കട്ടയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബട്ടർ സോൾട്ടഡ് ബട്ടറാണ്. അതുപോലെ നമ്മളിനി ചീസ് ചേർക്കും. അപ്പോൾ അതും കൂടെ നോക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒറിഗാനോ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് കുറച്ചിങ്ങനെ കട്ടിയായിട്ട് വരണം. ഇനി നമ്മളിത് ലെയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സോസ് ഉണ്ടല്ലോ, അപ്പോൾ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചീസാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ സ്ലൈസ് ഉണ്ടായിരുന്നു, ചീസ് സ്ലൈസ്. അപ്പോൾ അത് ആണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം. പിന്നെ കുറച്ച് കെച്ചപ്പ് ഉണ്ടെങ്കിൽ കെച്ചപ്പ് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒഴിക്കാം. പിന്നെ നമ്മളെ സോസ് ഉണ്ടല്ലോ, സോസും കൂടെ മേലെ ഒഴിച്ച് പിന്നെ നമ്മൾ ചീസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചീസ് നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഒന്ന് ഓവനിൽ വെച്ച് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓവനിൽ വെക്കണമെന്നില്ല. നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു 5 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ചീസ് ഉരുകിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും മൈക്രോവേവ് ചെയ്തെടുക്കാൻ പോവാണ്. 2 മിനിറ്റ്സ് വെക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ചീസെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ചീസ് എത്ര ചേർക്കുന്നോ അത്രയും അതിൻ്റെ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ നല്ല ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒന്നാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.